ചില നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും 1-ാം തീയതി, അതായത് മലയാള മാസം 1-ാം തീയതി കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാസം മുഴുവൻ സർവ്വ ഐശ്വര്യങ്ങളുമായിരിക്കും. ധാരാളം പണം നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നതായിരിക്കും. 1 രൂപയാണെങ്കിൽ 1 രൂപയെങ്കിലും അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ അത്രയും നല്ലതാണ്. അത് ഏതൊക്കെ നാളാണെന്ന് നോക്കാം. ആദ്യത്തെ നാള് ചിത്തിരയാണ്. ചിത്തിരക്കാരുടെ കയ്യിൽ നിന്ന് 1-ാം തീയതി 1 രൂപയെങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ നാള് ഭരണിയാണ്. ഭരണി നക്ഷത്രം പൊതുവെ സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ളൊരു നക്ഷത്രമാണ്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ 1 രൂപയെങ്കിലും ഒന്ന് വാങ്ങാൻ കഴിഞ്ഞെങ്കിൽ അത്രയും നല്ലതാണ്. ഇങ്ങനെ ആളുകളുടെ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങുമ്പോൾ വാങ്ങിയാൽ മാത്രം പോരാ, നമ്മൾ അങ്ങോട്ട് 1 രൂപയെങ്കിലും കൊടുക്കുകയെങ്കിലും വേണം. അടുത്ത നാള് അശ്വതിയാണ്. മറ്റൊരു ഉത്തമ നാളെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണന്റെ നാളായിട്ടുള്ള രോഹിണിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വിഷു കൈനീട്ടം വിഷുവിന് തന്നെ വാങ്ങിക്കുന്നത്. അപ്പൊ രോഹിണി ഏറ്റവും നല്ലൊരു നാളാണ് കൈനീട്ടം വാങ്ങാനായിട്ട്. മറ്റൊരു നാള് ചിത്തിരയാണ്. അതേപോലെ ഉത്രാടവും കൈനീട്ടം വാങ്ങാനായിട്ട് പറ്റിയ നാളുകളാണ്. 1-ാം തീയതി കൈനീട്ടം വാങ്ങാൻ പറ്റിയ മറ്റു 2 നാളുകളാണ് വിശാഖവും പുണർദവും. ശ്രീരാമന്റെ നാളായ പുണർദവും വളരെ നല്ലതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, കൊടുക്കുന്നത് അവർക്ക് അത്ര നല്ലതല്ല. കാരണം കൊടുക്കുന്നവർ അവർക്ക് ക്ഷയിക്കത്തേ ഉള്ളൂ. വാങ്ങുന്നവർക്ക് മാത്രമാണ് നല്ലത്. അത് ശ്രദ്ധിക്കുക. ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൊടുക്കണോ വേണ്ടായെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. പണ്ട് വീടുകളിലെ ഒരു ചടങ്ങായിരുന്നു 1-ാം തീയതി വീട് കയറുക, അടുത്ത വീട്ടിൽ പോയി കയറുക. അപ്പോൾ അവർക്ക് ഐശ്വര്യം കിട്ടുമെന്നായിരുന്നു വിശ്വാസം. അതേപോലെ 1-ാം തീയതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കുക. പക്ഷെ ഇപ്പൊ പല ജ്യോത്സ്യന്മാരും പറയാറുണ്ട്, ഇങ്ങനെ 1-ാം തീയതി നമ്മൾ കൈനീട്ടം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം കൊടുക്കുന്നവർക്ക് ക്ഷയമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. മറ്റ് 2 നല്ല നാളുകൾ എന്ന് പറയുന്നത് രേവതി വളരെ നല്ല നാളാണ്, പൂരുരുട്ടാതിയും നല്ല നാളാണ്. ഇത്തരക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങിക്കുന്നത് നമുക്ക് സമ്പൽ സമൃദ്ധിക്ക് കാരണമാവുന്നതാണ്.